ഗൈസ് ഞാനൊരു കാര്യം പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് നമ്മൾ ഈ OC കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ഒരു ഗ്യാങ്ങിൻ്റെ നമ്മൾ വലിച്ചിട്ടിട്ടില്ല കേട്ടോ. അതായത് OC കാര്യങ്ങൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം എൻ്റെ പേര് തൊട്ട് ഊര് വരെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ്. എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറച്ച് പുണ്ണക്ക് ഭയങ്കര ധൈര്യമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഈ HFലെ അവന്മാർക്ക് വല്ലാത്ത പ്രശ്നമാണ് അവന്മാർക്ക് നമ്മളെ പറയണം, നമ്മളെ വീട്ടിലുള്ളവരെ പറയണം, വീട്ടിലുള്ളവരെ വെച്ചിട്ട് അവന്മാർക്ക് പേരിട്ട് അവന്മാർക്ക് റൂമിട്ട് കളിക്കണം. ഇതൊക്കെയാണ് അവന്മാരെ മെയിനായിട്ടുള്ള അവന്മാരെ എൻജോയ്മെന്റ്. എന്നാൽ അവന്മാർക്ക് അടിക്കാനുള്ള ആവതുമില്ല, ഒരു ഇല്ല. പക്ഷെ അവന്മാർക്ക് വായ്ത്താളത്തിനും കൊണ പറയാനും നമ്മൾ കഞ്ചാവെന്ന് പറയാനും MDMA എന്ന് പറയാനും ഇവന്മാർക്കൊക്കെ 100 നാക്കാണ് അവന്മാർക്ക്. എന്ന് അവന്മാര് ഒന്നും കാണിക്കത്തുമില്ല, എടുക്കത്തുമില്ല. വാർച്ചാറ്റില് അവന്റെ അച്ഛന്റെ പറഞ്ഞിട്ട് എപ്പോഴും അവന്മാർ ഇങ്ങനെ ഓരോ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കും. എടാ എനിക്ക് പറയാനുള്ള ഒന്നല്ലെങ്കിൽ ആണുങ്ങളെ പോലെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ ആണുങ്ങളെ പോലെ ലൈവ് ഇട്ടിട്ട് നിനക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയണം. കാണിക്കല്ലേ, മനസ്സിലായില്ലേ? വീട്ടിലുള്ളവരെ വെച്ചിട്ടും അല്ലെങ്കിൽ അങ്ങനെ നീ പറയണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ വരിക, എന്നെ പറയാ, എന്നെ തെറി വിളിക്കുക, ഞാൻ നിനക്ക് തിരിച്ച് റിപ്ലൈ തരും. മനസ്സിലായില്ലേ? ഇതിൽ ഒരു ബന്ധമില്ലാത്തവരെ ഇതിൽ വലിച്ചിടുക, അവരെ പറ്റി സംസാരിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുക. എടാ എന്തൊരു മൈൻഡ് സെറ്റാടാ നിന്റെയൊക്കെ? അല്ല ഞാൻ ആലോചിക്കണം, അതൊക്കെ എന്ത് മൈൻഡ് സെറ്റാ? നീ നട്ടുള്ള അപ്പനുണ്ടായവനാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ നീ ഒരു കോൾ വിളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ. കാരണം നമുക്കറിയണം നിന്റെ പ്രശ്നം എന്താന്ന്. TJ ബെറ്റർ ഇല്ല, ഗ്യാങ് കമ്പാരിസൺ നടത്താനല്ല. ഈ HFലുള്ളവന്മാർ കുറച്ച് ദിവസമായിട്ട് ഈ പ്രശ്നം ഉണ്ടോ അവന്മാർക്ക്? നിനക്ക് എന്താ നിന്റെ പ്രശ്നം എന്ന് മിനിമം നമുക്ക് അറിയാൻ പറ്റില്ല. എന്താ വിഷയം ഒന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണ്ടേടാ. വിളിച്ച് സംസാരിക്കുക, ജസ്റ്റ് കോൾ വിളിച്ചിട്ട് ബ്രോ ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ നിനക്ക് നീ പറയാ ബ്രോ TV ഇത്രയും OP ആയിട്ട് നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് ഇച്ചിരി അസൂയുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറയണം. അങ്ങനെ തുറന്നങ്ങ് പറയണം, മനസ്സിലായില്ലേ? അല്ലാതെ ഒരുമാതിരി ഒന്നും ചെയ്യാത്തവരെ ഇതിലോട്ട് ഡ്രാഗ് ചെയ്ത ഇടുന്നത് തന്തയില്ലായ്മയാണ്, മനസ്സിലായില്ലേ? തന്തയില്ലായ്മത്തരാണ്, മനസ്സിലായില്ലേ? അങ്ങനെ ചെയ്യല്ലേ, മനസ്സിലായില്ലേ? എന്നിട്ട് ഗൈസ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് നമ്മുടെ ബ്ലാക്ക് മാഫിയയിലെ പിള്ളേരെല്ലാവരും കൂടി കയറിയിട്ട് ഇവന്മാർ റൂമൊക്കെ ഇട്ട് കളിക്കുമായിരുന്നു. അന്നേരം യവന്മാർ വന്നിട്ട് സംസാരമായി, എന്നെ തെറി വിളിച്ചു, അത് കഴിഞ്ഞിട്ട് ഈഗിളിനെ തെറി വിളിച്ചു, അത് കഴിഞ്ഞിട്ട് സ്നേഹയുടെ പേര് ഡ്രാഗ് ചെയ്തിട്ടിട്ട് അതെന്താ എനിക്ക് മനസ്സിലാകുന്നില്ല അവന്മാരുടെ പ്രശ്നം എന്താന്ന്. അവൾക്ക് ഗെയിം ഫീൽഡിനോട് ഒരു ബന്ധമില്ലാത്ത ഒരാളാ. ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ടാണോ? ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് നിനക്ക് എടാ എന്ത് ഈ സംസാരിച്ച് ജയിക്കാനും എന്ത് ഊമ്പിത്തരവും കാണിക്കാന്നുള്ള ഒരിതായോ HFലെ? അബി നീ നീ ഗ്യാങ്ങിന്റെ ലീഡർ അല്ലേ? നിന്റെ എന്താ കാണിക്കണം നീ കാണുന്നുണ്ടാ? നീ ഒന്നല്ലെങ്കിൽ ഗ്യാങ് ഉണ്ടാക്കുമ്പോഴത്തേക്കും മിനിമം നട്ടലുള്ളവന്മാരെ പിടിച്ച് ഗ്യാങ്ങിൽ ആടാക്കടാ. അല്ലെങ്കിൽ നിനക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ നീ ആ ഗ്യാങ്ങിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് നീ ഒരു സ്റ്റോറി ഇട്, ആ ഗ്യാങ്ങിനെ നോക്കണം വരെ പറയാം. എനിക്ക് ഞാനിത് ആദ്യം ഞാൻ വിചാരിച്ചത് പറയണ്ട. ഞാൻ ആദ്യം വിചാരിച്ചത് പറയണ്ട. എന്തിനാ വെറുതെ നമ്മള് ഈ യവന്മാരെ ഏക്കും പോക്കും എറണാകുളത്തെ ഈ യവന്മാരെ പറ്റി പറഞ്ഞ് നാലുപേരെ അറിയിക്കണ എന്തിനാ എന്നുള്ള രീതി ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനു ഞാൻ പറയാണ്ടിരിക്കണം? ഈ ഊമ്പന്മാരെ നാട്ടുകാർ അറിയണ്ടേ യവന്മാർ ഇങ്ങനെ കാണിക്കണേന്ന്? അല്ലെങ്കിൽ നാളെ നിങ്ങൾ തന്നെ ചോദിക്കുക അന്ന് എന്ത് ഇഷ്യൂ വന്നപ്പോഴത്തേക്കും പറഞ്ഞില്ലെന്നല്ലേ നിങ്ങൾ വിചാരിക്കത്തുള്ളൂ? യവന്മാർക്ക് വല്ലാത്ത കടിയാ. യവന്മാര് സീരിയസ് ആയിട്ട് പറയാം, യവന്മാര് കുറച്ച് ദിവസം മുന്നേ വാർ സിറ്റുവേഷനിൽ യവന്മാര് മറ്റേ കാടിന്റെയോ എന്തിന്റെ ഒക്കെ ഇട്ട്, അതായത് എന്തോ MDMA എന്തൊക്കെ സാധനം കാണാൻ അവന്മാർ ഉദ്ദേശിച്ചത്. മനസ്സിലായി? എല്ലാരും ചോറ് തന്നെയാണ് തിന്നണേ, മനസ്സിലായില്ലേ? ഈ സ്റ്റിക്കർ അവന്മാരുടെ സ്പാം ചെയ്യുക. ഇത് ഇവന്മാർക്ക് ഇത് എവിടെന്നാ ഇത്രയും ന്യൂസ് കിട്ടണേ? നിനക്ക് അത്രയും ന്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നീ ലൈവ് ഇട്ട് പറയടാ. അല്ലെങ്കിൽ നീ മറ്റേ പുള്ളിക്കാരൻ അയച്ചോട്, മറ്റേ ഡ്രേക്ക് എന്ന് പറയുന്നില്ലേ, പുള്ളി എക്സ്പോസ് ചെയ്യുന്നതിന് എടുക്കുക, നീ ആ പുള്ളിക്ക് അയച്ചോട്. നിനക്കൊക്കെ അത്രയ്ക്ക് അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കിൽ എല്ലാരും എക്സ്പോസ് ചെയ്തിട്ട് പറക്കട്ടെ. എല്ലാം വെറുതെ ഇരുന്ന് തന്തയില്ലായ്മ തന്നെ പറയല്ലേ ബ്രോ, ഷോ കാണും ബ്രോ, മനസ്സിലായ? മിനിമം നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എത്തിക്സ് വേണം, കുറച്ചൊക്കെ എത്തിക്സ് വേണം. ചോറല്ലേ തിന്നണം നീയൊക്കെ?
വലിയ ഭയങ്കര ധൈര്യമൊന്നും കോൺഫിഡൻസ് ഒന്നും കാണിക്കില്ലേ ബ്രോ. നിന്നെ ഒന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ആ അതിന്റെ അല്ലെങ്കിൽ രണ്ട് PC-ന്റെ ഫ്രണ്ടിൽ ഇരുന്ന് സംസാരിക്കണ അതിന്റെ ബാക്കിലുള്ള നിന്നെ കിട്ടൂലെന്ന് വിചാരിക്കല്ലേ ചുമ്മാ വെറുതെ. നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ അടുത്ത് പറയാം. അതിൽ നീ ഈഗിളിനെ പോലും ഡ്രാഗ് ചെയ്യേണ്ട കാര്യമല്ല. നിനക്ക് എന്തെങ്കിലും കലിപ്പോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും ദേഷ്യമോ റാവുത്തർ ശശി പോലെ നിന്നെ അറക്കും ഞാൻ, മനസ്സിലായാ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ഒന്ന് പറ, നമുക്ക് സംസാരിക്കാം. റാവുത്തർ ശശി എന്ന് പറഞ്ഞ ഒരുത്തെ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഐ എം സോറി, ഉണ്ടെങ്കിൽ നീ എന്നെ പെരിയ സോറി ഫോർ ദ ബാഡ് വേർഡ്സ്, ക്ഷമിക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പണ്ടും പറയാറുണ്ട്, ഞാൻ പാൽക്കുപ്പിയായിട്ടൊന്നുമല്ല ജനിച്ചത്. കഷ്ടപ്പാടും എല്ലാം അറിഞ്ഞു തന്നെ വന്നത്. ഈ ഗെയിമിംഗ് ചെയ്യലിരുന്ന് ലൈവ് ആണെന്ന് വിചാരിച്ച് പാൽക്കുപ്പിയാണെന്ന് പറഞ്ഞൊന്ന് സംസാരിക്കാൻ വരല്ലേ ബ്രോ? ദയവ് ചെയ്ത് വരല്ലേ. നിനക്ക് ബ്ലാക്ക് മാഫിയുടെ അടുത്ത് എന്തെങ്കിലും കൽപ്പുണ്ടെങ്കിൽ ബ്ലാക്ക് മാഫിയ അടുത്ത് സംസാരിക്കും, അല്ലെങ്കിൽ അവന്മാരുടെ അടുത്ത് പറയാനുള്ള കാര്യം അവന്മാരുടെ അടുത്ത് പറ. അല്ലാണ്ട് പൊളിപ്പിക്കാൻ വേണ്ടി നീയൊക്കെ എനിക്ക് സിറ്റിയിൽ ഗ്യാങ്ങായിട്ട് നീയൊക്കെ കയറ്. നീയൊക്കെ കാണിച്ചു തരാം ഞാൻ. അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേസ്. അതാണ് ഏറ്റവും വലിയ കോമഡി ഇതിലുള്ള. അത് കഴിഞ്ഞിട്ട് പിള്ളേർ കൊണയായിട്ട് ബ്ലാക്ക് മാഫിയ പിള്ളേരെ നമ്മുടെ TV-യിലെ പിള്ളേരെല്ലാം കൂടി വെല്ലുവിളിച്ച് അവന്മാർ 20-0 എന്തോണം അടിച്ച് തോപ്പിച്ചത്. TDM കളിക്കാൻ വെല്ലുവിളിച്ച്. HF-ലെ കഴിവില്ലാത്ത പട്ടികൾ. കഴിവില്ല, കൊണയ്ക്കാൻ മാത്രമേ കഴിവുള്ളൂ. അപ്പോൾ സ്റ്റിൽ പറയുവാണ്, എനിക്ക് വായിട്ട് കൊണയ്ക്കാൻ മാത്രമേ കഴിവുള്ളൂ, എനിക്ക് വേറെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല എന്ന് തെളിയിച്ചവന്മാർ 20 മുട്ട ഇട്ട് 20 മുട്ട പിള്ളേരെ എടുത്തിട്ട് അങ്ങ് അടിച്ചങ്ങ് ഉറക്കി. എടാ ഇവന്മാർ എന്തിനാടാ ഈ സിറ്റുവേഷനിൽ ഒരു ഇതിലുള്ള ഇല്ലാത്തവരൊക്കെ പറയുന്നത്? അതെനിക്ക് അവരോട് സോൾവ് ചെയ്യണ രീതി സംസാരിക്കാൻ പറഞ്ഞു. ഇവന്മാരുമായിട്ട് റാവുത്തർ ശശിന്റെ അടുത്ത് മര്യാദക്ക് സംസാരിച്ചു. ബ്രോ, നിങ്ങൾ നമ്മളായിട്ട് വള്ളി പിടിച്ചാലും നമ്മൾ എന്തിനാ TV-യിൽ എന്തിനാ ട്രാഗ് ആക്കണേന്ന് ചോദിച്ചു. അപ്പൊ റാവുത്തർ ശശിന്റെ റെസ്പോൺസ് ആണ്, BM നമ്മുടെ ക്ലബ്ബല്ല, ആരുടെ ക്ലബ്ബാണ്, ചന്ദ്രന്റെ അല്ല, ഞാൻ ഇനിയും പറയുന്നു. റാവുത്തർ ശശി അല്ലേ? ഈ റൗത്തർ പറയാ ഇതിനകത്ത് വരില്ലേ പേടിയാവന്? ചന്ദ്ര 20 മുട്ട കഴിഞ്ഞിട്ടില്ല, മിണ്ടിയിട്ടില്ല. 20 മുട്ട കഴിവുമില്ല. 20 മുട്ട കഴിഞ്ഞിട്ട് ആ ലോബി വരത്തില്ല സ്പോൺ ആയിട്ട് അവിടെ ഇട്ട അവന്മാർ അവരാഴ്ച നമ്മള് മിണ്ടുന്നില്ല, ഒരു അക്ഷരം മിണ്ടുന്നില്ല. നമ്മള് വന്നപ്പോഴേ വാടത്ത് ആദ്യമേ റൈറ്റില് ലിസ്റ്റ് വെക്ക് 5 പേര് നമ്മള്. എടാ ആളി എന്നെ ടീം തിങ്ക് വന്ന് ഇതെന്താടാ പാട്ട് കേൾക്കുന്നത്? അത്രേ ഉള്ളു കളിയാ. ഇതേപോലെ അടിയാ 016 017 017 അടി ഉണ്ടച്ചോമാരൊക്കെ. പത്തൊമ്പതേ മുട്ട ഇവിടെ കളി ഇവിടെ എന്റെ അമ്മോ കളിക്ക് ഉണ്ടായ കുറെ പൂറന്മാര് കോണയുടെ എന്തായിരുന്നു, എന്ത് കോണയായിരുന്നു, എന്തൊരു കോണ. അവനെ വളരെ അവരെ വെച്ച് അതിനെ അവിടെ ഇട്ടു. അയ്യോ എന്തായിരുന്നു അവനൊക്കെ. ഇല്ല ഇതൊക്കെ നമ്മൾ കേൾക്കണം, മനസ്സിലായില്ലേ? ചോദിച്ചു വാങ്ങണതാ. ഇല്ല ഇത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല. എന്തോ അതിന്റെ മുമ്പായിരുന്നു അവന്മാരെ സംസാരം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മിണ്ടിയിട്ടില്ല അവന്മാര്. ഇവന്മാർ ഈ പറയണമാരായിട്ട് ഞാനുമായിട്ട് ഒരു പ്രശ്നവും ശരിക്കും പറഞ്ഞില്ല. അവന്മാർക്കും പ്രശ്നമില്ല. ബ്ലാക്ക് മാഫിയ ചൊറിയായപ്പം ബ്ലാക്ക് മാഫിയ ആരുടെ കൂടെ ഉള്ള ചന്ദന്റെ അപ്പൊ തന്നെ പറയാം. അതാണ് അവന്മാരുടെ സ്കീം. അവന്മാരുടെ സ്കീം എങ്ങനെയായിരുന്നു? നമ്മള് വീശിരിപ്പുണ്ട്. ഇവന്മാര് വന്നിട്ട് ബ്ലാക്ക് മാഫിയ ചുമ്മാ തെറിയും വിളിച്ച് നീക്ക റൂം കളിക്കാൻ വാടാ 5 വളാന്ന് കൊണയായിരുന്നു. വിളിച്ചാ അല്ലല്ല
നമ്മള് VC ഇരിപ്പുണ്ടായിരുന്നു ഈ ബ്ലാക്ക് മാഫിയ പയ്യന്മാർ കളിച്ചു. അപ്പൊ ഇവന്മാര് ഒന്ന് ചൊറിഞ്ഞ് ചീത്ത വിളിച്ച് ഇങ്ങനെ ഷോക്കാര് സംസാരിച്ചിട്ട് ബ്ലാക്ക് മാഫിയ പയ്യന്മാരെ 5-5 വാടാ വെല്ലു വിളിച്ചു കേട്ടാ. നമ്മള് VC ഉണ്ടായിരുന്നു, നമ്മള് കയറി കളിച്ച് 5-5. അവന്മാരെ ഞാൻ പറയട്ടെ, ഈ യവന്മാർ അടിക്കാനും തൊലിക്കാനും വേണ്ടി മാത്രം കേരളന്മാരാണ് ആ പാവപ്പെട്ടമാര് RP മാത്രമാണ് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? സിറ്റിയിൽ ഇവന്റ്സും ബാക്കി സംഭവമായിട്ടാണ് അവന്മാര് കളിക്കുന്നത്. അവന്മാര് വെല്ലുവിളിക്കാൻ നാണം ഇല്ലടാ. റൗത്തർ വായിൽ വെച്ചിട്ട് കുറച്ച് രീതി ചന്ദ്ര അടിക്കാൻ മാത്രം കേറുന്നൊന്നും പറഞ്ഞില്ല, അതിനും കഴിവില്ലേ കുണ്ണാൾക്കൊന്നും. ചന്ദ്ര നമ്മളെ ലോബി ഇട്ട് നമ്മളെല്ലാരും 5 പേര് കേറിക്കണപ്പോ ഇവര് കേറുന്നില്ല. ഫസ്റ്റ് കേറുന്നില്ല, പേടി, പേര് കണ്ടപ്പോ പേടിച്ച്, മനസ്സിലായ? വെല്ലുവിളിച്ചവരല്ലല്ലോ കേറിയിരിക്കണേ എന്നൊക്കെ പറഞ്ഞു. ഈ അഭി തന്നെയാണ് ലീഡർ ഇപ്പോഴും. അവൻ തന്നെ ആ പുണ്ടച്ചോൻ തന്നെ. ഈ മുമ്പിൽ ചന്ദ്ര മുമ്പിൽ തിരിച്ചു കാണിച്ചിട്ട് പിറകെ കുണ്ണായ്മ മാത്രമേ എല്ലാം പറയത്തുള്ളൂ. എല്ലാം അങ്ങനെയാണ്, ഒരുത്തനും പാവമല്ല. നമ്മളവിടുന്ന് എല്ലാം കേട്ടോണ്ടിരിക്കുക, എന്തൊക്കെ അപരാധം പറഞ്ഞോണ്ടിരുന്ന കൊണ്ണങ്ങള്. നമുക്ക് പൊളിഞ്ഞിട്ടാണ് അവസാനം കേറിയത് മായിരി. സംസാരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവോ? അല്ല എന്താ പറയുക, കാര്യമായിട്ട് സംസാരിക്കും. എന്താ പ്രശ്നം എന്നറിയാൻ വേണ്ടിട്ട് അവന്മാർക്ക് സംസാരിക്കാൻ നോക്കണം. ചന്ദ്രൻ ഞാൻ കാര്യം ചോദിച്ചിടാം, വെയിറ്റ്. ചന്ദ്ര വാട്സാപ്പ് നോക്കിയാണ്. എടാ സിറ്റി വാ. സംസാരിക്കാനാ ഇത് ഞാൻ കണ്ടില്ല. ഇത് ഞാൻ കണ്ട്. ഇത് കണ്ടിട്ടാണ് എനിക്ക് പൊളിഞ്ഞത്. ഇത് കണ്ടാണ് എനിക്ക് പൊളിഞ്ഞത്, മനസ്സിലായില്ലേ? ഇത് കണ്ടിട്ടാണ്. അവൻ എന്നെ പറഞ്ഞാലും കുഴപ്പമില്ലടാ. വെറുതെ എന്തിനാ ഈ അവളെയൊക്കെ ഡ്രാഗ് ചെയ്യണേ? എന്ത് വീട്ടിലുള്ളവരെ ഡ്രാഗ് ചെയ്യണന്റെ കാര്യം എന്താണ്? വീട്ടിലുള്ള ഡ്രാഗ് ചെയ്യേണ്ട കാര്യം എന്താ? ഗൈസ് ഇത്രയും പൊളി ഇത്രയും തെറി പറയണമെന്നുണ്ടല്ലോ. എന്നെ പറഞ്ഞിട്ടല്ല, എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൈവിൽ ഇത്രയും ട്രിഗർ ആണെന്ന് കണ്ടിട്ടുണ്ടോ? വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ പാച്ചൂസിനെ, സ്നേഹനെ, ഈഗിളിനെ എന്നെ പറഞ്ഞ പോട്ടെ, ഓക്കെ, ഞാനത് വിട്ട്. ഇപ്പം എന്റെ പിള്ളേരെ അവന്മാരെ ഇതാക്കണ സമയത്ത് എന്നെ കൂടെ പറഞ്ഞു, ഓക്കെ എനിക്ക് കുഴപ്പമില്ല. എന്തിനാടാ വെറുതെ വീട്ടിലുള്ളവരെ പറയണേ? എടാ അബി എന്നെ ഒന്ന് വിളി, ഞാൻ നിന്നോട് സംസാരിക്കാം. എടാ റൗത്തറിന്റെ അവനുണ്ട്. വാ സിറ്റി